അധ്യായം 49. അമ്മോന്യരെക്കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേലിന് പുത്രന്മാരില്ലേ? അവന് അവകാശികളില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് മിൽക്കോം ഗാദിന്റെ ദേശം പിടിച്ചടക്കുകയും അവന്റെ ആരാധകർ അതിന്റെ നഗരങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്തത്? അമ്മോന്യരുടെ റാബായ്ക്കെതിരെ ഞാൻ പോർവിളി ഉയർത്തുന്ന ദിവസം വരുന്നു. റാബ നാശക്കൂമ്പാരമാകും, അതിന്റെ ഗ്രാമങ്ങൾ അഗ്നിക്കിരയാകും. തങ്ങളെ കൊള്ളയടിച്ചവരെ ഇസ്രായേൽ കൊള്ളയടിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹെഷ്ബോൺ നിവാസികളെ നിലവിളിക്കുവിൻ, ആയി ശൂന്യമായിരിക്കുന്നു. റാബായുടെ പുത്രിമാരെ ഉച്ചത്തിൽ കരയുവിൻ, ചാക്കുടുത്ത് വിലപിച്ചുകൊണ്ട് അലയുവിൻ. തന്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടുമൊപ്പം മിൽക്കോം വിപ്രവാസിയാകും. തന്റെ ധനത്തിൽ വിശ്വാസമർപ്പിച്ച് ആര് എനിക്കെതിരെ വരുമെന്ന് ജൽപ്പിച്ച അവിശ്വസ്തയായ പുത്രി, നിന്റെ താഴ്വരകളെക്കുറിച്ച് നീ തന്നെത്താൻ പുകഴ്ത്തുന്നതെന്തിന്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. 4 ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും. നിങ്ങൾ ഓരോരുത്തരും സ്വജീവനെ പ്രതിയോടും. ചിതറിപ്പോയവരെ ഒരുമിച്ചു കൂട്ടാൻ ആരുമുണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അമ്മോന്യരുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഏദോമിനെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. തേമാനിൽ ജ്ഞാനം അവശേഷിച്ചിട്ടില്ലേ? വിവേകിയുടെ വിവേകം നശിച്ചുപോയോ? അവരുടെ ബുദ്ധി കെട്ടുപോയോ? ദദാൻ നിവാസികളെ പിന്തിരിഞ്ഞോടുവിൻ, ഗർത്തങ്ങളിൽ പോയി ഒളിക്കുവിൻ. ശിക്ഷയുടെ നാളിൽ ഏസാവിന്റെ മേൽ ഞാൻ ദുരിതം വരുത്തും. മുന്തിരി ശേഖരിക്കുന്നവർ കുറച്ചെങ്കിലും അവശേഷിപ്പിക്കാറില്ലേ? രാത്രിയിൽ വരുന്ന കള്ളന്മാർ തങ്ങൾക്ക് വേണ്ടതല്ലേ എടുക്കൂ. ഏസാവിനെ ഞാൻ ശൂന്യമാക്കി, അവന്റെ ഒളിസങ്കേതങ്ങൾ തുറന്നിട്ടു. അവന് ഒളിച്ചിരിക്കാൻ കഴിയുകയില്ല. അവന്റെ മക്കളും സഹോദരരും അയൽക്കാരും നശിച്ചു. അവനില്ലാതായി. നിന്റെ അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക, ഞാൻ അവരെ സംരക്ഷിക്കും. നിന്റെ വിധവകൾ എന്നെ ആശ്രയിക്കട്ടെ. കർത്താവ് അരുളിച്ചെയ്യുന്നു. അർഹിക്കാത്തവനെ പോലും പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിക്കുമെങ്കിൽ നിന്നെ വെറുതെ വിടുമോ? നീ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. നീ അത് കുടിച്ചേ തീരൂ. ഞാൻ ശപഥം ചെയ്യുന്നു. ബൊസ്ര ഭീകരവും അപഹാസ്യവും ശൂന്യവും ശാപഗ്രസ്തവുമാകും. അവളുടെ നഗരങ്ങൾ എന്നേക്കും ശൂന്യമായി കിടക്കും. കർത്താവിൽ നിന്ന് എനിക്കൊരു വാർത്ത ലഭിച്ചു. ജനതകളുടെ ഇടയിലേക്ക് ഒരു ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഏദോമിനെതിരെ ഒരുമിച്ച് കൂടുവിൻ, യുദ്ധസന്നദ്ധരാകുവിൻ. ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചെറുതാക്കും. മനുഷ്യരുടെ ഇടയിൽ നിന്ന പാത്രവും. പാറക്കെട്ടുകളിൽ വസിക്കുകയും ഗിരിശൃംഗങ്ങളെ കീഴടക്കുകയും ചെയ്ത നീ അന്യരിലുണർത്തിയ ഭീതിയും നിന്റെ ഗർവവും നിന്നെ വഞ്ചിച്ചു. നീ കഴുകനെ പോലെ ഉയരത്തിൽ കൂടുവച്ചാലും നിന്നെ ഞാൻ താഴെ ഇറക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഏദോം ബീഭത്സമാകും. കടന്നു പോകുന്നവർ അതിനെ ഭയപ്പെടുകയും അതിനെ നേരിട്ട അത്യാഹിതത്തിൽ വിസ്മയിക്കുകയും ചെയ്യും. സോദോമും ഗൊമോറായും സമീപ നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടപ്പോഴെന്ന പോലെ ഏദോമിലും ആരും വസിക്കുകയില്ല. ആരും അതിലെ സഞ്ചരിക്കുകയുമില്ല. ജോർദാൻ വനങ്ങളിൽ നിന്ന് ആട്ടിൻ പറ്റങ്ങളുടെ നേരെ വരുന്ന സിംഹത്തെ പോലെ ഞാൻ അവരെ ഏദോമിൽ നിന്ന് ഓടിച്ചു കളയും. എനിക്കിഷ്ടപ്പെട്ടവനെ ഞാൻ അവളുടെ ഭരണാധികാരിയാക്കും. ആരുണ്ട് എനിക്ക് തുല്യൻ? എന്നോട് കണക്ക് ചോദിക്കാൻ ആർക്ക് കഴിയും? ഏതിടയൻ എന്റെ മുൻപിൽ നിൽക്കും? ഏദോമിനും തേമാനും എതിരായുള്ള കർത്താവിന്റെ നിശ്ചയങ്ങൾ കേട്ടുകൊള്ളുവിൻ. അജഗണത്തിലെ കുഞ്ഞാടുകൾ പോലും വലിച്ചിഴയ്ക്കപ്പെടും. അവയ്ക്കുള്ള ശിക്ഷ കണ്ട് ആലകൾ സംഭീതമാകും. അവ വീഴുന്ന ശബ്ദം കേട്ട് ഭൂമി വിറയ്ക്കും. അവയുടെ നിലവിളി ചെങ്കടൽ വരെ എത്തും. ഒരുവൻ കഴുകനെ പോലെ ഉയർന്ന് അതിവേഗം പറക്കും. അത് ബൊസ്രായ്ക്കെതിരെ ചിറകുവിടർത്തും. അന്ന് ഏദോമിലെ വീരന്മാർ ഈറ്റുനോവെടുത്ത സ്ത്രീകളെ പോലെ വേദനിക്കും. ദമാസ്കസിനെ കുറിച്ച് ഹമാത്തും അർപ്പാദും പരിഭ്രാന്തരാകുന്നു. അവർക്ക് ദുഃഖവാർത്ത ലഭിച്ചിരിക്കുന്നു. അവർ ഭയന്ന് വിറയ്ക്കുന്നു. അടങ്ങാത്ത കടൽ പോലെ അവർ പ്രക്ഷുബ്ധരായിരിക്കുന്നു. ദമാസ്കസ് ദുർബലയായി. അവൾ ഓടാൻ ശ്രമിച്ചു. എന്നാൽ സംഭ്രമം അവളെ തടഞ്ഞു നിർത്തി. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ വേദനയും വിഷമവും അവളെ കീഴടക്കി. ആഹ്ലാദത്തിന്റെ നഗരം, പ്രശസ്തിയുടെ നഗരം ഇതാ ഉപേക്ഷിക്കപ്പെടുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. അന്ന് അവളുടെ യുവാക്കൾ പൊതുസ്ഥലങ്ങളിൽ വീഴും. അവളുടെ യോദ്ധാക്കൾ നശിപ്പിക്കപ്പെടും. ദമാസ്കസിന്റെ കോട്ടകൾക്ക് ഞാൻ തീ കൊളുത്തും. അത് ബൻഹദാദിന്റെ ദുർഗങ്ങളെ വിഴുങ്ങും. കേദാറിനെയും ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ നശിപ്പിച്ച
ഹാസോറിന്റെ രാജ്യങ്ങളെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. എഴുന്നേറ്റ് കേദാറിനെതിരെ നീങ്ങുക. പൗരസ്ഥരായ അവരെ നശിപ്പിക്കുക. അവരുടെ കൂടാരങ്ങളും തിരശ്ശീലകളും ആടുമാടുകളും വസ്തുവകകളും കൊള്ളയടിക്കുക. അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുക. അവരോട് വിളിച്ചു പറയുക, എങ്ങും ഭീകരത. ഹാസോർ നിവാസികളെ, വിദൂരത്തേക്ക് പലായനം ചെയ്യുവിൻ. ഗർത്തങ്ങളിൽ ഒളിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ നശിപ്പിക്കാൻ ബാബിലോൺ രാജാവ് നബൂഖദ്നേസർ നിങ്ങൾക്കെതിരെ വരുന്നു. എഴുന്നേൽക്കുക. വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ നിർവിസംഗം സ്വതന്ത്രമായി ജീവിക്കുന്ന ജനതയ്ക്കെതിരെ നീങ്ങുക. അവരുടെ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കൊള്ളയടിക്കുക. ചെന്നിമുണ്ടനം ചെയ്തവരെ ഞാൻ കാറ്റിൽ പറത്തും. നാനാവശത്തു നിന്നും അവർക്ക് ദുരിതം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ഹാസോർ കുരുനരികളുടെ സങ്കേതവും ശാശ്വത ശൂന്യതയുമായി തീരും. ആരും അവിടെ വസിക്കുകയില്ല, യാത്രക്കിടയിൽ തങ്ങുകയുമില്ല. യൂദാ രാജാവായ സെദക്കിയായുടെ ഭരണത്തിന്റെ ആരംഭകാലത്ത് ഏലാമിനെക്കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഏലാമിന്റെ വില്ല് ഞാൻ ഒടിക്കും. അതാണ് അവരുടെ ശക്തി. ഞാൻ ഏലാമിന്റെ മേൽ ദിഗന്ധങ്ങളിൽ നിന്ന് കാറ്റുകളെ അയക്കും. അവർ നാലുപാടും ചിതറും. ഏലാമിൽ നിന്ന് ഓടിപ്പോകുന്നവർ അഭയം തേടാത്ത ഒരു രാജ്യവും ഉണ്ടായിരിക്കുകയില്ല. വേട്ടയാടുന്ന ശത്രുക്കളുടെ മുൻപിൽ സംഭീതരാകാൻ ഞാൻ അവർക്ക് ഇടവരുത്തും. എന്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും. അവരെ ഉന്മൂലനം ചെയ്യുന്നതുവരെ വാൾ അവരെ പിന്തുടരും. എന്റെ സിംഹാസനം ഏലാമിൽ ഞാൻ ഉറപ്പിക്കും. അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും ഞാൻ നശിപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവസാന നാളുകളിൽ ഏലാമിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അധ്യായം 50. കൽദായരുടെ ദേശമായ ബാബിലോണിനെക്കുറിച്ച് ജെറമിയ പ്രവാചകന് ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കുക, പതാക ഉയർത്തി ഘോഷിക്കുക. ഒന്നും ഒളിച്ചു വയ്ക്കാതെ വിളംബരം ചെയ്യുക. ബാബിലോൺ പിടിക്കപ്പെട്ടു. ബേൽ ലജ്ജിക്കുന്നു. മെറോദാക്ക് സംഭ്രമിക്കുന്നു. ബാബിലോണിന്റെ വിഗ്രഹങ്ങൾ അപമാനിതമായി. അവളുടെ ബിംബങ്ങൾ കിടിലം കൊള്ളുന്നു. വടക്ക് നിന്ന് ഒരു ജനത അവൾക്കെതിരെ വന്നിരിക്കുന്നു. അവർ അവളുടെ ദേശം ശൂന്യമാക്കും. ആരും അവിടെ വസിക്കുകയില്ല. മനുഷ്യരും മൃഗങ്ങളും പലായനം ചെയ്യും. ആ ദിവസം വരുമ്പോൾ ഇസ്രായേലും യൂദായും വിലപിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് ഒന്നിച്ചുകൂടും. അവർ സിയോനിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ടുള്ള വഴിയാരായും. അവർ പറയും, വരുക, അവിസ്മരണീയമായ ഒരു ശാശ്വത ഉടമ്പടി നമുക്ക് കർത്താവുമായി ചെയ്യാം. ഇടയന്മാർ വഴിതെറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എന്റെ ജനം. അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി. കണ്ടവർ അവയെ വിഴുങ്ങി. അവയുടെ ശത്രുക്കൾ പറഞ്ഞു, തങ്ങളുടെ പിതാക്കന്മാരുടെ യഥാർത്ഥമായ അഭയവും പ്രത്യാശയുമായ കർത്താവിനെതിരെ അവർ പാപം ചെയ്തു. അതിനാൽ ഞങ്ങൾക്ക് കുറ്റമില്ല. ബാബിലോണിൽ നിന്ന് ഓടിപ്പോകുവിൻ. ആട്ടിൻപറ്റത്തിന്റെ മുൻപിൽ മുട്ടാടുകൾ എന്ന പോലെ കൽദായരുടെ ദേശത്തു നിന്ന് പലായനം ചെയ്യുവിൻ. ഉത്തരദിക്കിൽ നിന്ന് ശക്തരായ ജനതകളെ ബാബിലോണിനെതിരെ ഞാൻ ഇളക്കിവിടും. അവർ അവൾക്കെതിരെ അണിനിരന്ന് അവളെ പിടിച്ചടക്കും. അവരുടെ അസ്ത്രങ്ങൾ വെറും കൈയോടെ മടങ്ങാത്ത ധീരയോദ്ധാവിനെ പോലെയാണ്. കൽദായ ദേശം കൊള്ളയടിക്കപ്പെടും. അവളെ കവർച്ച ചെയ്യുന്നവർക്ക് തൃപ്തിയാവോളം ലഭിക്കും. എന്റെ അവകാശമായ ജനത്തെ കൊള്ളയടിച്ചവരെ, നിങ്ങൾ സന്തോഷിക്കുകയും വിജയഭേരി മുഴക്കുകയും ചെയ്യുന്നെങ്കിലും നിങ്ങൾ പുൽത്തകടിയിൽ കൂത്താടി നടക്കുന്ന പശുക്കിടാവിനെ പോലെയും ഹിഷാരവം മുഴക്കുന്ന കുതിരകളെപ്പോലെയും ആണെങ്കിലും നിങ്ങളുടെ മാതാവ് അത്യധികം ലജ്ജിതയാകും. നിങ്ങളെ പ്രസവിച്ചവൾക്ക് അപകീർത്തിയുണ്ടാകും. അവൾ ജനതകളിൽ ഏറ്റവും താഴ്ന്നവളാകും. അവൾ ഉണങ്ങി വരേണ്ട മരുഭൂമിയായിത്തീരും. കർത്താവിന്റെ ക്രോധം നിപതിച്ചതിനാൽ അവിടെ ആരും വസിക്കുകയില്ല. അത് തീർത്തും ശൂന്യമാകും. ബാബിലോണിലൂടെ കടന്നു പോകുന്നവർ ഭയപ്പെടും. അവൾക്കേറ്റ മുറിവുകൾ കണ്ട് പരിഹസിക്കും. വില്ലു കുലയ്ക്കുന്ന നിങ്ങൾ ബാബിലോണിനെതിരെ അണിനിരക്കുവിൻ. അവസാനത്തെ അസ്ത്രവും അവളുടെ നേരെ എയ്യുവിൻ. അവൾ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. അവൾക്ക് ചുറ്റും നിന്ന് അട്ടഹസിക്കുവിൻ. അവൾ കീഴടങ്ങി. അവളുടെ കോട്ടകൾ വീണു, മതിലുകൾ തകർന്നു. ഇത് കർത്താവിന്റെ പ്രതികാരമാണ്. അവളോട് പ്രതികാരം ചെയ്യുവിൻ. അവൾ ചെയ്തതുപോലെ അവളോടും ചെയ്യുവിൻ. വിതയ്ക്കുന്നവനെയും കൊയ്യുന്നവനെയും ബാബിലോണിൽ നിന്ന് വിച്ഛേദിക്കുവിൻ. മർദ്ദകന്റെ വാൾ നിമിത്തം ഓരോരുത്തരും സ്വജനങ്ങളിലേക്കും സ്വദേശത്തേക്കും തിരിയും.
സിംഹങ്ങൾ വേട്ടയാടുന്ന ആടിനെ പോലെയാണ് ഇസ്രായേൽ. ആദ്യം അസീറിയ രാജാവ് അവനെ വിഴുങ്ങി. ഇപ്പോഴിതാ ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ അവന്റെ അസ്ഥികൾ കറന്നു തിന്നുന്നു. അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവിനെ ശിക്ഷിച്ചതുപോലെ ബാബിലോൺ രാജാവിനെയും അവന്റെ ദേശത്തെയും ഞാൻ ശിക്ഷിക്കുന്നു. ഞാൻ ഇസ്രായേലിനെ അവന്റെ മേച്ചിൽ സ്ഥലത്തേക്ക് അയക്കും. അവൻ കാർമലിലും ബാഷാനിലും മേയും. ഗിലെയാദിലെയും എഫ്രായിം മലകളിലെയും മേച്ചിൽ പുറങ്ങളിൽ അവൻ തൃപ്തി കണ്ടെത്തും. അക്കാലത്ത് ഇസ്രായേലിൽ തിന്മയും യൂദായിൽ പാപവും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ അവശേഷിപ്പിക്കുന്ന ജനത്തോട് ഞാൻ ക്ഷമിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, മെറത്തായിം ദേശത്തിനെതിരെ ചെല്ലുവിൻ. പൊക്കോദ് നിവാസികൾക്കെതിരെ നീങ്ങുവിൻ. അവരെ ആസകലം നശിപ്പിക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു. യുദ്ധത്തിന്റെ ആരവവും മഹാസംഹാരവും. ഭൂമി മുഴുവനെയും തകർത്ത ചുറ്റിക എങ്ങനെ തകർന്നു! ജനതകളുടെ ഇടയിൽ ബാബിലോൺ എത്ര ബീഭത്സമായിരിക്കുന്നു! ബാബിലോണെ, നിനക്ക് ഞാൻ കെണിവെച്ചു. നീ അതിൽ വീണു, നീ അതറിഞ്ഞില്ല. കർത്താവിനെതിരെ മത്സരിച്ചതിനാൽ നീ പിടിക്കപ്പെട്ടു. കർത്താവ് ആയുധപ്പുര തുറന്ന് ക്രോധത്തിന്റെ ആയുധങ്ങൾ പുറത്തെടുത്തു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കൽദായരുടെ നാട്ടിൽ ഒരു കർമ്മമനുഷ്ഠിക്കാനുണ്ട്. 4 ദിക്കിൽ നിന്നും അവൾക്കെതിരെ വന്ന് അവളുടെ അറപ്പുരകൾ തുറക്കുവിൻ. അവളെ നിശേഷം നശിപ്പിച്ച് ധാന്യ കൂമ്പാരം പോലെ കൂട്ടുവിൻ. ഒന്നും അവശേഷിക്കരുത്. അവളുടെ കാളകളെ കൊന്നൊടുക്കുവിൻ. അവ അറവുശാലകളിലേക്ക് പോകട്ടെ. അവർക്ക് ദുരിതം. അവരുടെ ദിനം വന്നുകഴിഞ്ഞു. ശിക്ഷയുടെ മുഹൂർത്തം. നമ്മുടെ ദൈവമായ കർത്താവിന്റെ പ്രതികാരം. സീയോനിൽ വിളംബരം ചെയ്യാൻ അവർ ബാബിലോണിൽ നിന്ന് ഇതാ ഓടുന്നു. ബാബിലോണിനെതിരെ വില്ലാളികളെ വിളിച്ചുകൂട്ടി ചുറ്റും താവളമടിക്കുവിൻ. ആരും രക്ഷപ്പെടരുത്. അവളുടെ പ്രവൃത്തികൾക്കനുസൃതമായ പ്രതികാരം ചെയ്യുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവിനെ അവൾ ധിക്കരിച്ചു. അവളുടെ യുവാക്കൾ തെരുവുകളിൽ വീഴും. അവളുടെ പോരാളികളെല്ലാം അന്ന് നശിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി. അഹങ്കരിക്കുന്നവൻ കാൽത്തട്ടി വിടും. അവൻ എഴുന്നേൽപ്പിക്കാൻ ആരുമുണ്ടാവുകയില്ല. അവന്റെ നഗരങ്ങൾക്ക് ഞാൻ തീവയ്ക്കും. അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലും യൂദായും മർദ്ദനമേറ്റു. പിടിച്ചുകൊണ്ടുപോയവർ അവരെ വിട്ടയക്കാതെ തടഞ്ഞുവെച്ചു. അവരുടെ വിമോചകൻ ശക്തനാണ്. സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം. ഭൂമിക്ക് സ്വസ്ഥതയും ബാബിലോണിന് അസ്വസ്ഥതയും വരുത്തുന്നതിന് അവൻ അവർക്ക് വേണ്ടി വാദിക്കും. കൽദായരുടെ മേൽ, ബാബിലോൺ നിവാസികളുടെ മേൽ, അവളുടെ രാജാക്കന്മാരുടെയും ജ്ഞാനികളുടെയും മേൽ ഇതാ ഒരു വാൾ. ശകുനക്കാരുടെ മേൽ വാൾ, അവർ വിഡ്ഢികളാകും. യോദ്ധാക്കളുടെ മേൽ വാൾ, അവർ നിർമൂലമാകും. അവളുടെ കുതിരകളുടെയും രഥങ്ങളുടെയും മേൽ വാൾ, അവളുടെ ഇടയിലെ വിദേശ സൈന്യത്തിന്റെ മേൽ വാൾ, അവർ അബലകളെ പോലെയാകും. അവളുടെ സമ്പത്തിന്റെ മേൽ വാൾ, അവ കൊള്ളയടിക്കപ്പെടും. അവളുടെ ജലാശയങ്ങളുടെ മേൽ കൊടും വേനൽ, അവ വരണ്ടുപോകും. അത് വിഗ്രഹങ്ങളുടെ നാടാണ്. ബിംബങ്ങളെ ചൊല്ലി അവർ മതിച്ചിരിക്കുന്നു. ബാബിലോണിൽ വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും വിഹരിക്കും. അവിടെ ആരും ഒരിക്കലും വസിക്കുകയില്ല. ദൈവം തകർത്ത സോദോമിനെയും ഗൊമോറയെയും സമീപ നഗരങ്ങളെയും പോലെ അവിടെയും ആരും വസിക്കുകയില്ല. സഞ്ചാരികൾ തങ്ങുകയുമില്ല. കർത്താവ് അരുളി ചെയ്യും, ഇതാ വടക്ക് നിന്നൊരു ജനത വരുന്നു, ശക്തമായൊരു ജനം. അനേകം രാജാക്കന്മാർ ദിഗന്ധങ്ങളിൽ നിന്ന് ഇളകി വരുന്നു. അവർ വില്ലും കുന്തവും ഏന്തിയിരിക്കുന്നു. അവർ കരുണയില്ലാത്ത ക്രൂരന്മാരാണ്. സമുദ്രത്തെപ്പോലെ അവർ ഗർജിക്കുന്നു. ബാബിലോൺ പുത്രി, പോരാളിയെപ്പോലെ പടക്കോപ്പണിഞ്ഞ് അവർ നിനക്കെതിരെ കുതിരപ്പുറത്തു വരുന്നു. ബാബിലോൺ രാജാവ് ഈ വാർത്ത കേട്ടു. അവന്റെ കരങ്ങൾ കുഴഞ്ഞു. പ്രസവവേദന അടുത്തവളെ പോലെ
അവൻ കഠിനവേദനയാൽ പുളഞ്ഞു. ജോർദാൻ വനങ്ങളിൽ നിന്ന് പച്ചപിടിച്ച മേച്ചിൽ പുറങ്ങളിൽ ചാടി വീഴുന്ന സിംഹത്തെ പോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. എനിക്കിഷ്ടമുള്ളവനെ ഞാൻ അവളുടെ മേൽ നിയമിക്കും. എനിക്ക് തുല്യനായി ആരുണ്ട്? ആരെന്നോട് കണക്ക് ചോദിക്കും? ഏതിടയനാണ് എന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുക? ബാബിലോണിനെതിരെ, കൽദായരുടെ ദേശത്തിനെതിരെ കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവിൻ. അവരുടെ ആട്ടിൻപറ്റത്തിലെ കുഞ്ഞാടുകൾ വലിച്ചിഴയ്ക്കപ്പെടും. അവരുടെ ദുർവിധി കണ്ട് മേച്ചിൽപ്പുറങ്ങൾ ഭയചകിതമാകും. ബാബിലോണിന്റെ പതനത്തിൽ ഭൂമി വിറയ്ക്കും. അവളുടെ നിലവിളി ജനതകൾക്കിടയിൽ മുഴങ്ങും. അധ്യായം 51. കർത്താവ് അരുളി ചെയ്യുന്നു: ബാബിലോണിനും കൽദായ നിവാസികൾക്കുമെതിരെ ഞാൻ ഒരു സംഹാരകനെ അയക്കും. പാറ്റുന്നവരെ ഞാൻ ബാബിലോണിലേക്ക് അയക്കും. ദുരിതത്തിന്റെ നാളിൽ അവർ വന്ന് അവളെ പാറ്റി ശൂന്യമാക്കും. അവളുടെ വില്ലാളികളെ വില്ല് കുലയ്ക്കാനും പടയാളികളെ പോർച്ചട്ട അണിയാനും അനുവദിക്കരുത്. അവളുടെ യുവാക്കൾ അവശേഷിക്കരുത്. സൈന്യം മുഴുവൻ നശിക്കട്ടെ. അവർ ഖൽദായ ദേശത്ത് മരിച്ചു വീഴും. തെരുവീതികളിൽ മുറിവേറ്റ് കിടക്കും. ഇസ്രായേലിനെയും യൂദായെയും അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരായ തിന്മകൾ കൊണ്ട് കൽദായരുടെ നാട് നിറഞ്ഞിരിക്കുന്നു. ബാബിലോണിൽ നിന്ന് ഓടിയകലുവിൻ, ജീവൻ രക്ഷിക്കുവിൻ. അവളുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ. ഇത് കർത്താവിന്റെ പ്രതികാര ദിനമാണ്. അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിന്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ബാബിലോൺ പെട്ടെന്ന് വീണു തകർന്നു. അവളെ ഓർത്ത് വിലപിക്കുവിൻ. അവളുടെ മുറിവുകൾക്ക് തൈലം അന്വേഷിക്കുവിൻ. അവൾ സുഖം പ്രാപിച്ചേക്കും. ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു, എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല. അവളെ മറന്നേക്കുക. നമുക്ക് നമ്മുടെ ദേശങ്ങളിലേക്ക് മടങ്ങാം. അവളുടെ ശിക്ഷാവിധി സ്വർഗം വരെ എത്തുന്നു. അത് ആകാശം വരെ ഉയരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി നീതി നടത്തിയിരിക്കുന്നു. വരുവിൻ, നമ്മുടെ ദൈവമായ കർത്താവിന്റെ പ്രവൃത്തികൾ സിയോനിൽ നമുക്ക് പ്രഘോഷിക്കാം. അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുവിൻ, ആവനാഴി നിറയ്ക്കുവിൻ. മിദിയാൻ രാജാക്കന്മാരെ കർത്താവ് ഇളക്കിവിട്ടിരിക്കുന്നു. ബാബിലോണിനെ നശിപ്പിക്കാൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇത് കർത്താവിന്റെ പ്രതികാരമാണ്, അവിടുത്തെ ആലയത്തിന് വേണ്ടിയുള്ള പ്രതികാരം. ബാബിലോണിന്റെ കോട്ടകൾക്കെതിരെ യുദ്ധക്കൊടി ഉയർത്തുവിൻ. കാവൽപ്പടയെ ശക്തമാക്കുവിൻ. കാവൽ ഭടന്മാർ സ്ഥാനം പിടിക്കട്ടെ. കെണികളൊരുക്കുവിൻ. ബാബിലോൺ നിവാസികൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നിറവേറ്റിയിരിക്കുന്നു. സമൃദ്ധമായ ജലാശയത്തിനരികെ വസിക്കുന്ന അളവറ്റ ധനത്തിനുടമയായ നിന്റെ അന്ത്യമാസന്നമായി. ഇതാ, നിന്റെ ജീവധാര അറ്റിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് സ്വന്തം നാമത്തിൽ ശപഥം ചെയ്തിരിക്കുന്നു. വെട്ടുകിളികളെ പോലെ എണ്ണമറ്റ ഭടന്മാരെ ഞാൻ നിനക്കെതിരെ നിരത്തും. അവർ വിജയാരവം മുഴക്കും. തന്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ചു. അറിവിനാൽ ആകാശത്ത് വിരിച്ചു. അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ ആഴികൾ അലറുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് കാർമേഘങ്ങളെ ഉയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകളെ അയക്കുന്നു. തന്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു. ഇവയുടെ മുൻപിൽ മനുഷ്യർ വിസ്മയിച്ചു വിഡ്ഢികളായി നിൽക്കുന്നു. സ്വർണശില്പി താൻ നിർമ്മിച്ച വിഗ്രഹത്തെ ചൊല്ലി ലജ്ജിക്കുന്നു. അവന്റെ ശില്പങ്ങൾ വ്യാജമത്രേ. ജീവശ്വാസം അവയിലില്ല. അവ വ്യർത്ഥമാണ്, വെറും മിഥ്യാമൂർത്തികൾ. ശിക്ഷാദിനത്തിൽ അവ നാശമടയും. യാക്കോബിന്റെ അവകാശമായവൻ അതുപോലെയല്ല. അവിടെന്നാണ് സകലത്തിനും രൂപം നൽകിയത്. ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ്. സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം.
നീ എന്റെ കയ്യിലെ കൂടമാണ്, എന്റെ ആയുധം. നിന്നെക്കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും, സാമ്രാജ്യങ്ങളെ തകർക്കും. കുതിരകളെയും കുതിരക്കാരെയും രഥങ്ങളെയും സാരഥികളെയും ഞാൻ ചിതറിക്കും. നിന്നെക്കൊണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വൃദ്ധരെയും ശിശുക്കളെയും യുവാക്കളെയും യുവതികളെയും ഞാൻ സംഹരിക്കും. ഇടയന്മാരെയും ആടുകളെയും കർഷകരെയും ഉടവ് കാളകളെയും നായകന്മാരെയും ഭരണാധിപന്മാരെയും നിന്നെക്കൊണ്ട് ഞാൻ നശിപ്പിക്കും. ബാബിലോണും കൽദായ ജനതയും സിയോനിൽ ചെയ്ത അതിക്രമങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവരോട് പകരം ചോദിക്കും. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശ പർവ്വതമേ, ഞാൻ നിനക്കെതിരെ കൈനീട്ടി പാറയിടുക്കിൽ നിന്ന് നിന്നെ ഉരുട്ടിയിടും. നീ കരിഞ്ഞ പർവ്വതമാകും. കർത്താവ് അരുളിച്ചെയ്യുന്നു. മൂലക്കല്ലിനോ അടിസ്ഥാന ശിലയ്ക്കോ വേണ്ടി ആരും ഒരു കല്ലും നിന്നിൽ നിന്നെടുക്കുകയില്ല. നീ നിത്യശൂന്യതയാകും. ദേശത്തെല്ലാം യുദ്ധക്കൊടി ഉയർത്തുവിൻ. ജനതകളുടെ ഇടയിൽ കാഹളമൂതുവിൻ. അവളോട് യുദ്ധം ചെയ്യാൻ ജനതകളെ സജ്ജമാക്കുവിൻ. അറാറാത്ത്, മിന്നി, അഷ്കനാസ് എന്നീ രാജ്യങ്ങളെ അവൾക്കെതിരെ വിളിച്ചു കൂട്ടുവിൻ. അവൾക്കെതിരെ സേനാധിപന്മാരെ വിളിച്ചു കൂട്ടുവിൻ. വെട്ടുകിളികളെ പോലെ കുതിരപ്പട ഇരമ്പിയടുക്കട്ടെ. മിദിയാൻ രാജാക്കന്മാരെയും ദേശാധിപതികളെയും പ്രതിനിധികളെയും അവരുടെ ജനതകളെയും അവൾക്കെതിരെ യുദ്ധത്തിനൊരുക്കുവിൻ. ബാബിലോൺ വിജനമാക്കാനുള്ള കർത്താവിന്റെ തീരുമാനം പൂർത്തിയാകുന്നതുകൊണ്ട് ദേശം വിറയ്ക്കുകയും വേദനയാൽ പുളയുകയും ചെയ്യുന്നു. ബാബിലോൺ വീരന്മാർ യുദ്ധം നിർത്തി കോട്ടകളിൽ അഭയം പ്രാപിച്ചു. അവർ ശക്തി ക്ഷയിച്ച് സ്ത്രീകളെ പോലെയായി. അവളുടെ ഭവനങ്ങൾ അഗ്നിക്കിരയായി. ഓടാമ്പലുകൾ തകർന്നു. നഗരം എല്ലാ വശത്തു നിന്നും പിടിക്കപ്പെട്ടു. കടവുകൾ അധീനമായി. കാവൽ ഗോപുരങ്ങൾ അഗ്നിക്കിരയായി. പടയാളികൾ പരിഭ്രാന്തരായി. ഈ വാർത്ത ബാബിലോൺ രാജാവിനെ അറിയിക്കാൻ ദൂതന്മാർ ഒന്നിനു പുറമെ ഒന്നായി ഓടുന്നു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ബാബിലോൺ പുത്രി കൊയ്ത്തുകാലത്തെ മെതിക്കളം പോലെയാകും. അവളുടെ കൊയ്ത്തുകാലം ഉടനെ വരും. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ എന്നെ വിഴുങ്ങി, എന്നെ തകർത്തു, എന്നെ ശൂന്യമാക്കി. ഭീകര സത്വത്തെ പോലെ അവൻ എന്നെ വിഴുങ്ങി. എന്റെ സ്വാദേറിയ ഭോജനങ്ങൾ കൊണ്ട് വയറു നിറയ്ക്കുകയും എന്നെ കുടഞ്ഞെറിയുകയും ചെയ്തു. എന്നോടും എന്റെ ബന്ധുക്കളോടും ചെയ്ത അതിക്രമത്തിന്റെ ഫലം ബാബിലോണിന്റെ മേൽ പതിക്കട്ടെ എന്ന് സിയോൻ നിവാസികൾ പറയട്ടെ. എന്റെ രക്തത്തിന് കൽദായർ ഉത്തരവാദികളായിരിക്കും എന്ന് ജെറൂസലേം പറയട്ടെ. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിനക്ക് വേണ്ടി വാദിക്കും, നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അവളുടെ കടലും നീർച്ചാലും ഞാൻ വറ്റിക്കും. ബാബിലോൺ നാശക്കൂമ്പാരവും കുറുനരികളുടെ വിഹാര രംഗവുമാകും. അത് ബീഭത്സമായ നിന്ന പാത്രമാകും. ആരും അവിടെ വസിക്കുകയില്ല. അവർ സിംഹങ്ങളെപ്പോലെ ഗർജിക്കും, സിംഹക്കുട്ടികളെപ്പോലെ മുരളും. ആർത്തി പൂണ്ടവർക്ക് ഞാൻ വിരുന്നൊരുക്കും. കുടിച്ചുമതിച്ച് അവർ ബോധമറ്റ് വീഴും. ഉണരാത്ത നിദ്രയിൽ അവർ അമരും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ചെമ്മരിയാടുകളെപ്പോലെ ഞാൻ അവരെ കൊലക്കളത്തിലേക്ക് നയിക്കും, മുട്ടാടുകളെയും കോലാട്ട് കൊറ്റന്മാരെയും പോലെ. സമസ്ത ലോകത്തിന്റെയും പ്രശംസയ്ക്ക് പാത്രമായ ബാബിലോൺ എങ്ങനെ പിടിക്കപ്പെട്ടു? ജനതകൾക്കിടയിൽ അവൾ ഒരു ബീഭത്സ വസ്തുവായതെങ്ങനെ? ബാബിലോണിനെ കടൽ കടന്നാക്രമിച്ചിരിക്കുന്നു. പ്രക്ഷുബ്ധമായ തിരമാലകൾ അവളെ മൂടി. അവളുടെ നഗരങ്ങൾ ബീഭത്സമായി. ഉണങ്ങി വരണ്ട മരുപ്രദേശം, നിർജ്ജന ഭൂമി, മനുഷ്യൻ കാലുകുത്താത്ത ദേശം. ബാബിലോണിലെ ബേൽമൂർത്തിയെ ഞാൻ ശിക്ഷിക്കും. അവൻ വിഴുങ്ങിയത് ഞാൻ പുറത്തെടുക്കും. ജനതകൾ അവനെ സമീപിക്കുകയില്ല. ബാബിലോണിന്റെ കോട്ട തകർന്നിരിക്കുന്നു. എന്റെ ജനമേ, അവളുടെ അടുത്ത് നിന്ന് ഓടിയകലുവിൻ. കർത്താവിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ. നാട്ടിൽ അക്രമം, ഭരണാധിപൻ ഭരണാധിപനെതിരെ എന്നിങ്ങനെ ദേശത്ത് വർഷം തോറും മാറി മാറി പ്രചരിക്കുന്ന വാർത്ത കേട്ട് നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ബാബിലോണിന്റെ വിഗ്രഹങ്ങൾ ഞാൻ തകർക്കുന്ന ദിവസം വരുന്നു. അവളുടെ ദേശം ലജ്ജിക്കും. അവളുടെ നിഹതന്മാർ അവളുടെ മധ്യേ വീഴും. അപ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളവയും ബാബിലോണിന്റെ നാശത്തിൽ സന്തോഷിച്ചു പാടും. കാരണം വടക്ക് നിന്ന് സംഹാരകൻ വന്നു ചേരും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ലോകമെങ്ങുമുള്ള ജനങ്ങളെ കൊന്നുവീഴ്ത്തിയ ബാബിലോൺ ഇസ്രായേലിലെ നിഹിതന്മാരെ പ്രതി അപ്രകാരം തന്നെ നിലം പതിക്കണം. വാളിൽ നിന്ന് രക്ഷപ്പെട്ട നീ നിൽക്കാതെ ഓടുക. വിദൂരത്ത് നിന്ന് കർത്താവിനെ ഓർക്കുക. ജെറുസലേം നിന്റെ സ്മരണയിൽ ഉണ്ടായിരിക്കട്ടെ.
പരിഹാസവചനങ്ങൾ കേട്ട് ഞങ്ങൾ ലജ്ജിതരായിരിക്കുന്നു. അവമാനം ഞങ്ങളുടെ മുഖം മൂടുന്നു. കർത്താവിന്റെ ഭവനത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ വിജാതീയർ പ്രവേശിച്ചു. ബാബിലോണിന്റെ വിഗ്രഹങ്ങളെ ഞാൻ നശിപ്പിക്കുന്ന ദിവസം വരുന്നു. അന്ന് അവളുടെ ദേശത്തു നിന്ന് വ്രണിതരുടെ രോദനമുയരും. ബാബിലോൺ ആകാശം വരെ ഉയർന്നാലും ഉന്നതങ്ങളിൽ കോട്ടക്കെട്ടിയാലും ഞാൻ അവളുടെ മേൽ സംഹാരകനെ അയക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ബാബിലോണിൽ നിന്നൊരു നിലവിളി, കൽദായ ദേശത്തു നിന്ന് ഭീകരനാശത്തിന്റെ മുഴക്കം. കർത്താവ് ബാബിലോണിനെ ശൂന്യമാക്കുന്നു, അവളുടെ ഗംഭീര ശബ്ദം ഇല്ലാതാക്കുന്നു. സൈന്യങ്ങൾ തിരമാലകൾ പോലെ ആർത്തെടുക്കുന്നു, അവളുടെ ആരവമുയരുന്നു. ഇതാ സംഹാരകൻ അവൾക്കെതിരെ വന്നു കഴിഞ്ഞു. യോദ്ധാക്കൾ പിടിക്കപ്പെട്ടു, അവളുടെ വില്ലുകൾ തകർന്നു. എന്തെന്നാൽ കർത്താവ് പ്രതികാരത്തിന്റെ ദൈവമാണ്, അവിടുന്ന് പകരം വീട്ടും. അവളുടെ പ്രഭുക്കളെയും ജ്ഞാനികളെയും ദേശാധിപതികളെയും സേനാധിപന്മാരെയും യോദ്ധാക്കളെയും ഞാൻ ഉന്മത്തരാക്കും. അവർ ഒരിക്കലും ഉണരാത്ത നിദ്രയിലാടും. സൈന്യങ്ങളുടെ രാജാവായ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോണിന്റെ ശക്തിദുർഗങ്ങൾ നിലം പതിക്കും, കവാടങ്ങൾ അഗ്നിക്കിരയാകും. ജനങ്ങളുടെ അധ്വാനം വ്യർത്ഥമാകും, അവരുടെ പ്രയത്നഫലം കത്തി നശിക്കും. മഹ്സേയായുടെ പുത്രനായ നേരിയായുടെ പുത്രൻ സേരായായിക്കും ജെറമിയ പ്രവാചകൻ നൽകിയ കൽപ്പന. രാജാവിന്റെ അംഗരക്ഷകനായിരുന്ന അവൻ സെദക്കിയായുടെ 4-ാം ഭരണവർഷം രാജാവിനോടൊപ്പം ബാബിലോണിലേക്ക് പോയപ്പോഴാണ് ജെറമിയ ഇത് പറഞ്ഞത്. ബാബിലോണിന് വരുന്ന നാശം ജെറമിയ ഒരു പുസ്തകത്തിൽ എഴുതി. ജെറമിയ സെരായായോട് പറഞ്ഞു, ബാബിലോണിലെത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം, കർത്താവേ, മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യശൂന്യതയാകും വിധം ഈ ദേശത്തെ നശിപ്പിച്ചു കളയുമെന്ന് അവിടുന്ന് അരുളി ചെയ്തല്ലോ എന്ന് പറയണം. വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ലുകെട്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക, ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബിലോൺ ഇതുപോലെ മുങ്ങും. അവർ തളർന്നു പോകും, അതിനി പൊങ്ങി വരികയില്ല. ഇതാണ് ജെറമിയായുടെ വചനങ്ങൾ. അധ്യായം 52. രാജാവായപ്പോൾ സെദക്കിയായിക്ക് 21 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താലായിരുന്നു അവന്റെ മാതാവ്. യഹോയാക്കീമിനെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവിന്റെ കോപം ജെറുസലേമിന്റെയും യൂദായുടെയും മേൽ നിപതിച്ചു. അവിടുന്ന് അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. സെദക്കിയ ബാബിലോൺ രാജാവിനോട് കലഹിച്ചു. സെദക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സൈന്യസമേതം ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിക്കുകയും ചുറ്റും ഉപരോധമേർപ്പെടുത്തുകയും ചെയ്തു. അവന്റെ 11-ാം ഭരണവർഷം വരെ ആ ഉപരോധം തുടർന്നു. 4-ാം മാസം 9-ാം ദിവസം നാട്ടിൽ ഭക്ഷണം തീർന്ന് ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരഭിത്തിയിൽ വിടവുണ്ടാക്കി. കൽദായർ നഗരം വളഞ്ഞിരുന്നു. സെദക്കിയ പടയാളികളോടുകൂടെ രാത്രിയിൽ രാജകീയോദ്യാനത്തിനടുത്ത് ഇരുമതിലുകൾക്കിടയിലുള്ള കവാടത്തിലൂടെ പുറത്തു കടന്ന് അരാബായിലേക്ക് ഓടി. എന്നാൽ കൽദായ സൈന്യം സെദക്കിയ രാജാവിനെ പിന്തുടർന്ന് ചെന്ന് ജെറീക്കോ സമതലത്തിൽ വെച്ച് പിടികൂടി. അവന്റെ സൈന്യം ചിതറിപ്പോയി. അവർ രാജാവിനെ ബന്ധിച്ച് ഹമാത്തിലെ റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. ബാബിലോൺ രാജാവ് സെദക്കിയായുടെ പുത്രന്മാരെ അവന്റെ മുൻപിൽ വെച്ച് കൊന്നു. യൂദായിലെ പ്രഭുക്കന്മാരെയും റിബ്ലായിൽ വെച്ച് വധിച്ചു. അവൻ സെദക്കിയായുടെ കണ്ണുകൾ ചുഴന്നെടുത്ത് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു.
5-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ 19-ാം ഭരണവർഷം നബൂഖദ്നേസറിന്റെ അംഗരക്ഷക പ്രധാനിയായ നെബൂസരദാൻ ജെറുസലേമിൽ പ്രവേശിച്ചു. അവൻ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും മറ്റു മാളികകളും അഗ്നിക്കിരയാക്കി. അവനോടൊപ്പമുണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള മതിലുകൾ തകർത്തു. ശില്പികളെയും ബാബിലോൺ രാജാവിന്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും നെബൂസരദാൻ പിടിച്ചുകൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ മുന്തിരിത്തോപ്പ് സൂക്ഷിപ്പുകാരായും അവിടെ തന്നെ നിയമിച്ചു. കൽദായർ കർത്താവിന്റെ ഭവനത്തിലെ ഓട്ടുതൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണിയും ഉടച്ച് കഷണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കുടങ്ങൾ, കോരികകൾ, തിരിയണയ്ക്കാനുള്ള കത്രികകൾ, ചഷകങ്ങൾ, ധൂപകലശങ്ങൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഇതര ഊട്ടുപാത്രങ്ങൾ ഇവയെല്ലാം അവർ കൈക്കലാക്കി. കൂടാതെ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച കോപ്പകൾ, വറചട്ടികൾ, തളികകൾ, കലശങ്ങൾ, വിളക്കുകാലുകൾ, ധൂപപാത്രങ്ങൾ, ഷാളനപാത്രങ്ങൾ ഇവയും നെബൂസരദാൻ കൊള്ളയടിച്ചു. സോളമൻ രാജാവ് കർത്താവിന്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച ഇരുതൂണുകളുടെയും ജലസംഭരണിയുടെയും അതിനടിയിലുണ്ടായിരുന്ന 12 കാളകളുടെയും പീഠങ്ങളുടെയും ഓടിന്റെ തൂക്കം തിട്ടപ്പെടുത്തുക അസാധ്യം. തൂണുകളുടെ ഉയരം 18 മുഴവും ചുറ്റളവ് 12 മുഴവുമായിരുന്നു. 4 വിരൽ കനത്തിൽ അകം പൊള്ളയായിട്ടാണ് അവ പണിതിരുന്നത്. അവയ്ക്ക് ഓടുകൊണ്ടുള്ള മകുടങ്ങളുണ്ടായിരുന്നു. മകുടത്തിന്റെ ഉയരം 5 മുഴം. ചുറ്റും ഓടുകൊണ്ട് വലപോലെ നിർമ്മിച്ച ചട്ടക്കൂടും മാതളപ്പഴങ്ങളും അതിലുണ്ടായിരുന്നു. 2 തൂണുകളും ഒന്നുപോലെയായിരുന്നു. മകുടത്തിന്റെ വശങ്ങളിൽ 96 മാതളപ്പഴങ്ങൾ കാണാമായിരുന്നു. ചട്ടക്കൂട്ടിൽ ആകെ 100 മാതളപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രധാന പുരോഹിതൻ സെരായിയായെയും സഹപുരോഹിതൻ സെഫാനിയായെയും 3 വാതിൽ കാവൽക്കാരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാപതിയെയും രാജാവിന്റെ ഉപദേഷ്ടാക്കളായി നഗരത്തിൽ കണ്ട 7 പേരെയും സൈന്യത്തിൽ ആളെടുക്കുന്ന സൈന്യാധിപന്റെ കാര്യദർശിയെയും ജനത്തിൽ നിന്ന് പട്ടണത്തിൽ കണ്ട 60 പേരെയും കാവൽപ്പട നായകൻ ബന്ധനസ്ഥരാക്കി. സേനാനായകനായ നെബൂസരദാൻ അവരെ റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്തു കൊണ്ടുവന്നു. അവിടെ വെച്ച് രാജാവ് അവരെ വധിച്ചു. അങ്ങനെ യൂദാ സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതനായി. നെബൂഖദ്നേസർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരുടെ എണ്ണമിതാണ്. അവന്റെ 7-ാം ഭരണവർഷം 3023 യഹൂദർ, 18-ാം ഭരണവർഷം 832 പേർ, 23-ാം ഭരണവർഷം നെബൂസരദാൻ പിടിച്ചുകൊണ്ടുപോയ 745 യഹൂദർ, ആകെ 4600 പേർ. യെവിൽ മെറോദാഖ് ബാബിലോണിന്റെ ഭരണമേറ്റെടുത്ത വർഷം യൂദാ രാജാവായ യഹോയാക്കിനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവന്റെ കാരാഗൃഹവാസത്തിന്റെ 37-ാം വർഷം 12-ാം മാസം 25-ാം ദിവസമായിരുന്നു അത്. അവൻ യഹോയാക്കിനോട് സൗഹാർദ്ദപൂർവം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടൊപ്പമുള്ള രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. യഹോയാക്കിൻ കാരാഗൃഹവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. എല്ലാ ദിവസവും അവൻ രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. അവന്റെ അനുദിനാവശ്യങ്ങൾ മരണം വരെ രാജാവ് നിർവഹിച്ചു പോന്നു. അധ്യായം 1. ഒരിക്കൽ ജനനിബിഡമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു. ജനതകളിൽ ഉന്നതയായിരുന്നവൾ ഇന്നിതാ വിധവയെപ്പോലെ ആയിരിക്കുന്നു. നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്തു കഴിയുന്നു. രാത്രി മുഴുവൻ അവൾ കൈപ്പോടെ കരയുന്നു. അവൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരിൽ ആരുമില്ല.
അവളുടെ സുഹൃത്തുക്കൾ എല്ലാവരും അവളോട് വഞ്ചന കാണിച്ചു. അവർ അവളുടെ ശത്രുക്കളായി തീർന്നു. നിന്ദനത്തിനും ക്രൂരമായ അടിമത്തത്തിനും അധീനയായി യൂദ നാടുകടത്തപ്പെട്ടു. വിശ്രമിക്കാനിടം ലഭിക്കാതെ അവൾ ജനതകളുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്നു. അവളെ അനുധാവനം ചെയ്യുന്നവർ ദുരിതങ്ങൾക്കിടയിൽ വച്ച് അവളെ പിടികൂടി. സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട ഉത്സവങ്ങൾക്ക് ആരും എത്തുന്നില്ല. അവളുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു. അവളുടെ പുരോഹിതന്മാർ നെടുവീർപ്പിടുന്നു. അവളുടെ തോഴിമാരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവൾ കഠിനയാതനയ്ക്കിരയായി. ശത്രുക്കൾ അവളുടെ അധിപന്മാരായി. അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു. എന്തെന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു. ശത്രുക്കൾ അവളുടെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. സിയോൻ പുത്രിയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകന്നു. അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ സ്ഥലം കണ്ടെത്താത്ത മാനുകളെപ്പോലെയായി. അനുധാവനം ചെയ്യുന്നവരുടെ മുൻപിൽ അവർ ദുർബലരായി പലായനം ചെയ്തു. പീഡനത്തിന്റെയും കഷ്ടതയുടെയും കാലത്ത് ജെറുസലേം പണ്ടുമുതലേ തന്റേതായിരുന്ന അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു. അവളുടെ ജനം ശത്രുകരങ്ങളിൽ പതിച്ചു. അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് പരിഹസിച്ച് രസിച്ചു. ജെറുസലേം കഠിനമായി പാപം ചെയ്തു. അങ്ങനെ അവൾ മലിനയായി. അവളെ ആദരിച്ചിരുന്നവർ അവളുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് മുഖം തിരിക്കുന്നു. അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. തന്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല. അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ്. അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. കർത്താവേ, എന്റെ പീഡനം അവിടുന്ന് കാണണമേ. എന്റെ ശത്രു വിജയിച്ചിരിക്കുന്നു. ശത്രു അവളുടെ അമൂല്യ വസ്തുക്കളിന്മേലെല്ലാം കൈവച്ചിരിക്കുന്നു. അങ്ങയുടെ സഭയിൽ പ്രവേശിക്കരുതെന്ന് അങ്ങ് കൽപ്പിച്ചിരുന്ന ജനതകൾ തന്റെ വിശുദ്ധ മന്ദിരം ആക്രമിക്കുന്നത് അവൾ കണ്ടു. അവളുടെ ജനം ആഹാരം ലഭിക്കാതെ നെടുവീർപ്പിടുന്നു. തങ്ങളുടെ ശക്തി കെട്ടുപോകാതിരിക്കാൻ മാത്രമുള്ള ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ നിധികൾ വിൽക്കുന്നു. കർത്താവേ, കടാക്ഷിക്കണമേ. ഞാൻ നിന്ദനമേൽക്കുന്നു. കടന്നു പോകുന്നവരെ, നിങ്ങൾക്കിത് നിസ്സാരമാണോ? നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായ കർത്താവ് തന്റെ ഉഗ്രകോപത്തിന്റെ നാളിൽ എന്റെ മേൽ വരുത്തിയ ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ? ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് അഗ്നി അയച്ചു. എന്റെ അസ്ഥികളിലേക്ക് അവിടുന്ന് അത് ചൊരിഞ്ഞു. അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വല വിരിച്ചു. അവിടുന്ന് എന്നെ നിലം പതിപ്പിച്ചു. അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു. ദിവസം മുഴുവനും ഞാൻ ബോധം കെട്ടുകിടന്നു. എന്റെ അകൃത്യങ്ങൾ ഒരു നുകമായി കെട്ടി അവിടുത്തെ കരം അവ ഒരുമിച്ച് ചേർത്തു. അവ എന്റെ കഴുത്തിൽ വെച്ചു. എന്റെ ശക്തി അവിടുന്ന് ചോർത്തിക്കളഞ്ഞു. എനിക്ക് എതിർത്ത് നിൽക്കാനാവാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ മധ്യത്തിലുള്ള എല്ലാ ശക്തന്മാരെയും കർത്താവ് പരിഹസിച്ചു. എന്റെ യുവാക്കളെ തകർക്കാൻ അവിടുന്ന് ഒരു സംഘത്തെ വിളിച്ചു വരുത്തി. കർത്താവ് യൂദായുടെ കന്യകയായ പുത്രിയെ മുന്തിരിച്ചക്കിൽ എന്ന പോലെ ചവിട്ടിഞ്ഞിരിച്ചു. ഇവ മൂലം ഞാൻ വിലപിക്കുന്നു. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എനിക്ക് ധൈര്യം പകരാൻ ഒരാശ്വാസകൻ അടുത്തില്ല. ശത്രുക്കൾ ജയിച്ചതിനാൽ എന്റെ മക്കൾ അഗതികളായി. സിയോൻ കൈനീട്ടുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. യാക്കോബിന്റെ അയൽക്കാർ അവന്റെ ശത്രുക്കളായിരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ജെറുസലേം അവരുടെ ഇടയിൽ മലിനയായിരിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തി നീതിയുക്തമാണ്. ഞാൻ അങ്ങയുടെ വചനത്തെ ധിക്കരിച്ചു. ജനതകളെ കേൾക്കുവിൻ, എന്റെ ദുരിതങ്ങൾ കാണുവിൻ. എന്റെ തോഴിമാരും എന്റെ യുവാക്കളും
നാടുകടത്തപ്പെട്ടു. ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു, എന്നാൽ അവരെന്നെ വഞ്ചിച്ചു. തളർന്നു പോകാതിരിക്കാൻ ആഹാരം അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എൻ്റെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും നഗരത്തിൽ മരിച്ചു വീണു. കർത്താവേ, കാണണമേ, ഞാൻ ദുരിതത്തിലാണ്. എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. എൻ്റെ ഹൃദയം വിങ്ങുന്നു. എന്തെന്നാൽ ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു. നഗരവീഥികളിൽ വാൾ വിയോഗ ദുഃഖം വിതയ്ക്കുന്നു. വീടിനകം മരണതുല്യമാണ്. കേൾക്കണമേ, ഞാൻ എത്ര നെടുവീർപ്പെടുന്നു. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എന്റെ ശത്രുക്കൾ എന്റെ കഷ്ടതകളെപ്പറ്റി കേട്ടു. അങ്ങ് ഇത് വരുത്തിയതിനാൽ അവർ ആനന്ദിക്കുന്നു. അവിടുന്ന് പ്രഖ്യാപിച്ച ദിനം വരുത്തണമേ. അവരും എന്നെപ്പോലെയാകട്ടെ. അവരുടെ ദുഷ്കർമ്മങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരട്ടെ. എന്റെ അതിക്രമങ്ങൾ മൂലം എന്നോട് പ്രവർത്തിച്ചതുപോലെ അവരോടും പ്രവർത്തിക്കണമേ. എന്തെന്നാൽ ഞാൻ അത്യധികം നെടുവീർപ്പിട്ട് കരയുന്നു. എന്റെ ഹൃദയം തളരുന്നു. അധ്യായം 2. ഇതാ, കർത്താവ് തന്റെ കോപത്തിൽ സിയോൻ പുത്രിയെ മേഘം കൊണ്ട് മൂടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വത്തെ അവിടുന്ന് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ കോപത്തിന്റെ ദിനത്തിൽ അവിടുന്ന് തന്റെ പാദപീഠത്തെ ഓർമ്മിച്ചില്ല. കർത്താവ് യാക്കോബിന്റെ കൂടാരങ്ങളെ നിഷ്കരുണം നശിപ്പിച്ചു. തന്റെ ക്രോധത്തിൽ യൂദാപുത്രിയുടെ ശക്തിദുർഗങ്ങളെ അവിടുന്ന് തകർത്തു. രാജ്യത്തെയും ഭരണാധിപന്മാരെയും അവമാനം കൊണ്ട് നിലം പറ്റിച്ചു. തന്റെ ഉഗ്രകോപത്തിൽ ഇസ്രായേലിന്റെ സർവശക്തിയും അവിടുന്ന് വെട്ടിവീഴ്ത്തി. ശത്രുക്കളുടെ മുമ്പിൽ വച്ച് അവിടുന്ന് തന്റെ വലത്തുകൈ അവരിൽ നിന്ന് പിൻവലിച്ചു. സംഹാരാഗ്നി പോലെ അവിടുന്ന് യാക്കോബിനെതിരെ ജ്വലിച്ചു. ശത്രുവിനെപ്പോലെ അവിടുന്ന് വില്ലുകുലച്ചു. വൈരിയെപ്പോലെ അവിടുത്തെ വലത്ത് കൈയിൽ അമ്പെടുത്തു. സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് അഭിമാനം പകർന്ന എല്ലാവരെയും അവിടുന്ന് വധിച്ചു. അവിടുന്ന് അഗ്നി പോലെ ക്രോധം ചൊരിഞ്ഞു. കർത്താവ് ശത്രുവിനെ പോലെയായി. അവിടുന്ന് ഇസ്രായേലിനെ നശിപ്പിച്ചു. അതിന്റെ കൊട്ടാരങ്ങളെല്ലാം അവിടുന്ന് തകർത്തു. അതിന്റെ ശക്തിദുർഗങ്ങൾ നാശകൂമ്പാരമായി. യൂദാപുത്രിക്ക് കരച്ചിലും വിലാപവും പെരുകാനിടയാക്കി. അവിടുന്ന് തന്റെ കൂടാരത്തെ തോട്ടത്തിലെ കുടിലെന്ന പോലെ തകർത്തു. നിർദ്ദിഷ്ടോത്സവങ്ങൾ ആഘോഷിക്കേണ്ട സ്ഥലത്തെ അവിടുന്ന് നാശകൂമ്പാരമാക്കി. കർത്താവ് സിയോനിൽ നിർദ്ദിഷ്ടോത്സവവും സാബത്തും ഇല്ലാതാക്കി. തന്റെ ഉഗ്രമായ രോക്ഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും വെറുത്തു. കർത്താവ് തന്റെ ബലിപീഠത്തെ വെറുത്തു തള്ളി. തന്റെ വിശുദ്ധ മന്ദിരത്തെ തള്ളിപ്പറഞ്ഞു. അവളുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന്റെ ഭവനത്തിൽ നിർദ്ദിഷ്ടോത്സവത്തിൽ എന്ന പോലെ ആരവം ഉയർന്നു. സിയോൻ പുത്രിയുടെ മതിലുകൾ നശിപ്പിക്കാൻ കർത്താവ് ഉറച്ചു. അതിനെ അവിടുന്ന് അളവുനൂൽ കൊണ്ട് അടയാളപ്പെടുത്തി. അതിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് തന്റെ കരത്തെ അവിടുന്ന് തടഞ്ഞില്ല. കോട്ടയും മതിലും വിലപിക്കാനിടയാക്കി. അവ രണ്ടും ഒപ്പം തളർന്നുപോയി. അവളുടെ കവാടങ്ങൾ ധൂളിയിൽ അമർന്നു. അവിടുന്ന് അവളുടെ ഓടാമ്പലുകളെ ഒടിച്ചു തകർത്തു. അവളുടെ രാജാവും പ്രഭുക്കന്മാരും ജനതകളുടെ ഇടയിലായി. നിയമം ഇല്ലാതായി. അവളുടെ പ്രവാചകന്മാർക്ക് കർത്താവിൽ നിന്ന് ദർശനം ലഭിക്കുന്നില്ല. സിയോൻ പുത്രിയുടെ ശ്രേഷ്ഠന്മാർ മൂകരായി നിലത്തിരിക്കുന്നു. അവർ തങ്ങളുടെ തലയിൽ പൂഴി വിതറി. അവർ ചാക്കുടുത്തു. ജെറുസലേം കന്യകമാർ നിലം പറ്റെ തലകുനിച്ചു. കരഞ്ഞ് കരഞ്ഞ് എന്റെ കണ്ണുകൾ ക്ഷയിച്ചു. എന്റെ ആത്മാവ് അസ്വസ്ഥമാണ്. എന്റെ ഹൃദയം ഉരുകിപ്പോയി. എന്തെന്നാൽ എന്റെ ജനത്തിന്റെ പുത്രി നശിച്ചു. ശിശുക്കളും കുട്ടികളും
നഗരവീഥികളിൽ മയങ്ങി വീഴുന്നു. മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോൾ, മാതാക്കളുടെ മടിയിൽ വെച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ, അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എവിടെ എന്ന് ചോദിക്കുന്നു. ജെറുസലേം പുത്രി, നിനക്ക് വേണ്ടി ഞാൻ എന്ത് പറയും? നിന്നെ ഞാൻ എന്തിനോടുപമിക്കും? കന്യകയായ സിയോൻ പുത്രി, നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും? നിന്റെ നാശം സമുദ്രം പോലെ വിശാലമാണ്. ആർക്ക് നിന്നെ പുനരുദ്ധരിക്കാനാവും? നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറനീക്കി കാണിച്ചില്ല. അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു. കടന്നുപോകുന്നവരെല്ലാം നിന്നെ നോക്കി കൈകൊട്ടുന്നു. അവർ ജെറുസലേം പുത്രിയെ നോക്കി ചൂളമടിക്കുകയും തലയാട്ടുകയും ചെയ്യുന്നു. സൗന്ദര്യ തികവെന്നും ഭൂമി മുഴുവന്റെയും ആനന്ദമെന്നും വിളിക്കപ്പെട്ട നഗരമാണോ ഇത് എന്നവർ ചോദിക്കുന്നു. നിന്റെ സകല ശത്രുക്കളും നിന്നെ നിന്ദിക്കുന്നു. അവർ ചൂളമടിക്കുകയും പല്ലിറുമുകയും ചെയ്യുന്നു. നമ്മൾ അവളെ തകർത്തു. ഇതാണ് നമ്മൾ ആശിച്ചിരുന്ന ദിവസം. ഇപ്പോൾ അത് വന്നു ചേർന്നു. നാം അത് കാണുന്നു എന്നവർ അട്ടഹസിക്കുന്നു. കർത്താവ് തന്റെ നിശ്ചയം നിറവേറ്റി. അവിടുന്ന് തന്റെ ഭീഷണി നടപ്പിലാക്കി. പണ്ട് നിർണയിച്ചതുപോലെ നിഷ്കരുണം അവിടുന്ന് നശിപ്പിച്ചു. ശത്രു നിന്റെ മേൽ സന്തോഷിക്കാൻ അവിടുന്ന് ഇടയാക്കി. നിന്റെ ശത്രുക്കളുടെ ശക്തിയെ ഉയർത്തി. സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. കർത്താവേ, നോക്കിക്കാണണമേ. ആരോടാണ് അവിടുന്ന് ഇപ്രകാരം പ്രവർത്തിച്ചത്? സ്ത്രീകൾ തങ്ങളുടെ മക്കളെ, തങ്ങൾ താലോലിച്ചു വളർത്തുന്ന കുഞ്ഞുങ്ങളെ തിന്നണമോ? കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് പുരോഹിതനും പ്രവാചകനും വധിക്കപ്പെടണമോ? യുവാക്കളും വൃദ്ധരും തെരുവീഥികളിലെ പൊടിമണ്ണിൽ വീണുകിടക്കുന്നു. എന്റെ കന്യകമാരും എന്റെ യുവാക്കളും വാളിനിരയായി വീണു. അങ്ങയുടെ കോപത്തിന്റെ ദിനത്തിൽ അവിടുന്ന് അവരെ വധിച്ചു, കരുണ കൂടാതെ കൊന്നു. നിർദ്ദിഷ്ടോത്സവത്തിൽ എന്ന പോലെ അവിടുന്ന് ഭീകരതകളെ എനിക്ക് ചുറ്റും വിളിച്ചു വരുത്തി. കർത്താവിന്റെ കോപത്തിന്റെ ദിനത്തിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്തില്ല. ഞാൻ താലോലിച്ചു വളർത്തിയവരെ എന്റെ ശത്രു നിഗ്രഹിച്ചു. അധ്യായം 3. അവിടുത്തെ ക്രോധത്തിന്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. പ്രകാശത്തിലേക്കല്ല, കൂരിരുട്ടിലേക്കാണ് അവിടുന്ന് എന്നെ തള്ളിവിട്ടത്. അവിടുത്തെ കരം ദിവസം മുഴുവൻ വീണ്ടും വീണ്ടും പതിക്കുന്നത് എന്റെ മേലാണ്. എന്റെ മാംസവും തൊലിയും ജീർണിക്കാൻ അവിടുന്ന് ഇടയാക്കി. എന്റെ അസ്ഥികളെ അവിടുന്ന് തകർത്തു. അവിടുന്ന് എന്നെ ആക്രമിക്കുകയും യാതനയും ദുരിതവും കൊണ്ട് എന്നെ പൊതിയുകയും ചെയ്തു. പണ്ടേ മരിച്ചവനെ എന്ന പോലെ എന്നെ അവിടുന്ന് അന്ധകാരത്തിൽ പാർപ്പിച്ചു. രക്ഷപ്പെടാതിരിക്കാൻ അവിടുന്ന് എനിക്ക് ചുറ്റും മതില് കെട്ടി. ഭാരമുള്ള ചങ്ങലകൾ കൊണ്ട് എന്നെ ബന്ധിച്ചു. ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. ചെത്തിയെടുത്ത കല്ലുകൊണ്ട് അവിടുന്ന് എന്റെ വഴിയടച്ചു. എന്റെ പാതകളെ
അവിടുന്ന് വളഞ്ഞതാക്കി. അവിടുന്ന് എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും ഒളിച്ചിരിക്കുന്ന സിംഹത്തെപ്പോലെയുമാണ്. അവിടുന്ന് എന്നെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി. ചീന്തിക്കീറി ഏകനായി ഉപേക്ഷിച്ചു. അവിടുന്ന് വില്ലു കുലച്ച് എന്നെ അസ്ത്രത്തിന് ലക്ഷ്യമാക്കി. അവിടുന്ന് ആവനാഴിയിലെ അമ്പ് എന്റെ ഹൃദയത്തിലേക്ക് അയച്ചു. ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി. ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ചു പാടുന്നു. അവിടുന്ന് എന്നെ കയ്പ് കൊണ്ട് നിറച്ചു. അവിടുന്ന് എന്നെ കാഞ്ഞിരം കൊണ്ട് മത്തു പിടിപ്പിച്ചു. കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിടവരുത്തി. എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല. സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു. അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എന്റെ ഓഹരി. അവിടുന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവന്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ. ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. അവന്റെ കവിൾത്തടം തല്ലേറ്റുവാങ്ങട്ടെ. നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തന്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. തടവുകാരെ ചവിട്ടി മെതിക്കുന്നതും അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ അവകാശത്തെ തകിടം മറിക്കുന്നതും മനുഷ്യന് നീതി നിഷേധിക്കുന്നതും കർത്താവ് അംഗീകരിക്കുന്നില്ല. കൽപ്പന കൊണ്ട് മാത്രം കാര്യം നടപ്പിലാക്കാൻ ആർക്ക് കഴിയും? കർത്താവിനല്ലാതെ ആർക്ക്? അത്യുന്നതന്റെ അധരത്തിൽ നിന്നല്ലേ നന്മയും തിന്മയും വരുന്നത്. മനുഷ്യൻ വെറും മർത്യൻ. ജീവിക്കുന്നിടത്തോളം കാലം തന്റെ പാപത്തിന് കിട്ടിയ ശിക്ഷയെപ്പറ്റി എന്തിന് പരാതിപ്പെടുന്നു? നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ഞങ്ങൾ പാപം ചെയ്തു, ധിക്കാരം കാണിച്ചു. അവിടുന്ന് മാപ്പ് നൽകിയില്ല. അവിടുന്ന് കോപം പൂണ്ട് ഞങ്ങളെ പിന്തുടർന്നു. ഞങ്ങളെ നിഷ്കരുണം വധിച്ചു. ഒരു പ്രാർത്ഥനയും കടന്നു ചെല്ലാനാവാത്ത വിധം അവിടുന്ന് മേഘം കൊണ്ട് ആവൃതനായി. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കി. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വായ് പിളർന്നു. സംഭ്രാന്തിയും കെണിയും ഞങ്ങളുടെ മേൽ പതിച്ചു. വിനാശവും ശൂന്യതയും ഞങ്ങളെ ഗ്രസിച്ചു. എന്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശം നിമിത്തം എന്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നു. എന്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നതുവരെ അത് നിലയ്ക്കുകയില്ല. എന്റെ നഗരത്തിലെ കന്യകമാരുടെ വിധി എന്റെ കണ്ണുകളെ ദുഃഖപൂർണമാക്കുന്നു. അകാരണമായി എന്റെ ശത്രുവായവർ എന്നെ പക്ഷിയെ എന്ന പോലെ വേട്ടയാടി. അവർ എന്നെ ജീവനോടെ കുഴിയിൽ തള്ളി. അവർ എന്റെ മേൽ കല്ലുരുട്ടി വച്ചു. വെള്ളം എന്നെ മൂടി. ഞാൻ നശിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കുഴിയുടെ അടിയിൽ നിന്ന്, കർത്താവേ, ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സഹായത്തിനായുള്ള എന്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ
എന്ന എൻ്റെ യാചന അവിടുന്ന് കേട്ടു. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു. ഭയപ്പെടേണ്ട എന്നവിടുന്ന് പറഞ്ഞു. കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി. അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. കർത്താവേ, എനിക്കേറ്റ ദ്രോഹം അവിടുന്ന് കണ്ടു. എനിക്ക് വേണ്ടി നീതി നടത്തണമേ. അവരുടെ പ്രതികാരവും അവർ എനിക്ക് വേണ്ടി വച്ച കെണികളും അവിടുന്ന് കണ്ടു. കർത്താവേ, അവരുടെ നിന്ദനങ്ങളും ദുരാലോചനകളും അവിടുന്ന് കേട്ടു. എന്നെ ആക്രമിക്കുന്നവരുടെ വാക്കുകളും വിചാരങ്ങളും ദിവസം മുഴുവൻ എനിക്കെതിരായിട്ടാണ്. അവരുടെ ഇരിപ്പും നിൽപ്പും അവിടുന്ന് കാണണമേ. ഞാനാണ് അവരുടെ പരിഹാസഗാനങ്ങളുടെ വിഷയം. കർത്താവേ, അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ. അവരുടെ ഹൃദയത്തെ മരവിപ്പിക്കണമേ. അവിടുത്തെ ശാപം അവരുടെ മേൽ പതിക്കട്ടെ. കർത്താവേ, കോപത്തോടെ അവരെ പിന്തുടർന്ന് അവിടുത്തെ ആകാശത്തിൻ കീഴിൽ നിന്ന് അവരെ നശിപ്പിക്കണമേ. അധ്യായം 4. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. സിയോന്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ, കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ. കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു. എന്നാൽ എന്റെ ജനത്തിന്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടകപക്ഷിയെപ്പോലെ ക്രൂരയായി. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു. കുട്ടികൾ ഭക്ഷണമിരക്കുന്നു, പക്ഷേ ആരും നൽകുന്നില്ല. സ്വാദിഷ്ട ഭോജനം ആസ്വദിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു. പട്ടുവസ്ത്രം ധരിച്ചു വളർന്നവർ ചാരക്കൂമ്പാരത്തിന്മേൽ കിടക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവയ്ക്കാതെ തന്നെ നശിപ്പിക്കപ്പെട്ട സോദോമിൻ്റേതിനേക്കാൾ വലുതാണ്. അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെണ്മയുള്ളവരുമായിരുന്നു. അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും അവരുടെ ആകാരഭംഗി ഇന്ദ്രനീലത്തിനു തുല്യവുമായിരുന്നു. ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. തെരുവീഥികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരുടെ തൊലി എല്ലിനോടൊട്ടിയിരിക്കുന്നു. അത് ഉണങ്ങിയ വിറക് പോലെ ആയിരിക്കുന്നു. വാളേറ്റു മരിച്ചവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാരാണ്. അവർ വയലിലെ ഫലങ്ങൾ ലഭിക്കാതെ വിശന്നു തളർന്നു നശിച്ചു. കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു. എന്റെ ജനത്തിന്റെ പുത്രിയുടെ വിനാശത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. കർത്താവ് തന്റെ ക്രോധം അഴിച്ചുവിട്ടു. അവിടുന്ന് ജ്വലിക്കുന്ന കോപം വർഷിച്ചു. സിയോനിൽ അവിടുന്ന് ഒരു അഗ്നി ജ്വലിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനങ്ങളെ അത് ദഹിപ്പിച്ചു. ശത്രുവിനോ വൈരിക്കോ ജെറുസലേമിന്റെ കവാടങ്ങൾ കടക്കാനാവുമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരോ ഭൂവാസികളോ വിശ്വസിച്ചിരുന്നില്ല. അവരുടെ മധ്യേ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞ അവളുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ തിന്മകളും നിമിത്തമാണ് ഇത് സംഭവിച്ചത്. അവർ തെരുവീഥികളിലൂടെ അന്ധരായി അലഞ്ഞു നടക്കുന്നു. രക്തപങ്കിലമായ അവരുടെ വസ്ത്രം ആരും സ്പർശിക്കുകയില്ല. അശുദ്ധരെ, അകന്നു മാറുവിൻ, അകന്നു പോകുവിൻ, തുടരുത് എന്നിങ്ങനെ ആളുകൾ അവരോട് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് അവർ നാടുകടത്തപ്പെട്ട് അലയുന്നവരായി. അവർ നമ്മോടുകൂടെ ഇനി താമസിക്കരുത് എന്ന് ജനതകൾ പറയുന്നു. കർത്താവ് തന്നെ അവരെ ചിതറിച്ചു. അവിടത്തേക്ക് ഇനി അവരെക്കുറിച്ച് കരുതലില്ല. പുരോഹിതന്മാർക്ക് ബഹുമാനവും ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയും ലഭിച്ചില്ല. സഹായത്തിനു വേണ്ടി
വൃഥാ കാത്തിരുന്ന ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി. രക്ഷിക്കാൻ കഴിയാത്ത ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. തെരുവീഥികളിലൂടെ ഞങ്ങൾക്ക് നടക്കാനാവാത്ത വിധം ആളുകൾ ഞങ്ങളെ പിന്തുടർന്നു. ഞങ്ങളുടെ അവസാനമടുത്തു. ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഞങ്ങളുടെ അവസാനം വന്നു കഴിഞ്ഞു. ഞങ്ങളെ അനുധാവനം ചെയ്തിരുന്നവർ ആകാശത്തിലെ കഴുകന്മാരെക്കാൾ വേഗമുള്ളവരായിരുന്നു. അവർ ഞങ്ങളെ പിന്തുടർന്ന് മലകളിലൂടെ ഓടിച്ചു. ഞങ്ങളെ പിടിക്കാൻ അവർ മരുഭൂമിയിൽ പതിയിരുന്നു. ഞങ്ങളുടെ ജീവശ്വാസം, കർത്താവിൻ്റെ അഭിഷിക്തൻ, അവരുടെ കുഴിയിൽ പതിച്ചു. അവന്റെ തണലിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ വസിക്കും എന്ന് അവനെപ്പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രി, സന്തോഷിച്ച് ആഹ്ലാദിച്ചു കൊള്ളുക. എന്നാൽ നിന്റെ കയ്യിലും ഈ പാനപാത്രം എത്തും. നീ കുടിച്ച് മത്തുപിടിച്ച് അനാവൃതയാകും. സിയോൻ പുത്രി, നിന്റെ പാപത്തിന്റെ ശിക്ഷ പൂർത്തിയായി. നിന്റെ പ്രവാസം തുടരാൻ ഇനി അവിടുന്ന് അനുവദിക്കുകയില്ല. എന്നാൽ ഏദോം പുത്രി, നിന്റെ അകൃത്യങ്ങൾക്ക് അവിടുന്ന് നിന്നെ ശിക്ഷിക്കും. അവിടുന്ന് നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തും. അധ്യായം 5. കർത്താവേ, ഞങ്ങൾക്ക് സംഭവിച്ചതെന്തെന്ന് ഓർക്കണമേ. ഞങ്ങൾക്ക് നേരിട്ട അപമാനം അവിടുന്ന് കാണണമേ. ഞങ്ങളുടെ അവകാശം അന്യർക്ക്, ഞങ്ങളുടെ വീടുകൾ വിദേശികൾക്ക് നൽകപ്പെട്ടു. ഞങ്ങൾ അനാഥരും അഗതികളുമായി. ഞങ്ങളുടെ അമ്മമാർ വിധവകളെ പോലെയായി. കുടിനീരും വിറകും ഞങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നു. കഴുത്തിൽ നുകവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു. ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു. ഞങ്ങൾക്ക് വിശ്രമമില്ല. ആവശ്യത്തിന് ആഹാരം ലഭിക്കാൻ ഞങ്ങൾക്ക് ഈജിപ്തിൻ്റെയും അസീറിയായുടെയും നേരെ കൈനീട്ടേണ്ടി വന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ ആരുമില്ല. മരുഭൂമിയിലെ വാൾ നിമിത്തം പ്രാണൻ പണയം വച്ചാണ് ഞങ്ങൾ അപ്പം നേടുന്നത്. ക്ഷാമത്തിന്റെ പൊള്ളുന്ന ചൂടുകൊണ്ട് ഞങ്ങളുടെ തൊലി ചൂള പോലെ തപിക്കുന്നു. സിയോനിൽ സ്ത്രീകളും യൂദാ നഗരങ്ങളിൽ കന്യകമാരും അപമാനിതരായി. പ്രഭുക്കന്മാരെ അവർ തൂക്കിക്കൊന്നു. ശ്രേഷ്ഠന്മാരോട് ഒട്ടും ബഹുമാനം കാണിച്ചില്ല. യുവാക്കന്മാർ തിരികല്ലിൽ പൊടിക്കാൻ നിർബന്ധിതരായി. ബാലന്മാർ വിറക് ചുമടിന്റെ ഭാരം കൊണ്ട് തളർന്നു വീഴുന്നു. വൃദ്ധന്മാർ നഗര കവാടങ്ങൾ ഉപേക്ഷിച്ചു. യുവാക്കന്മാർ സംഗീതമാലപിക്കുന്നില്ല. ഞങ്ങളുടെ ഹൃദയത്തിന്റെ സന്തോഷം അവസാനിച്ചു. ഞങ്ങളുടെ നൃത്തം വിലാപമായി മാറി. ഞങ്ങളുടെ ശിരസിൽ നിന്ന് കിരീടം വീണുപോയി. ഞങ്ങൾക്ക് ദുരിതം. ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളുടെ ഹൃദയം വിങ്ങുന്നു. ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി. എന്തെന്നാൽ സിയോൻ മല ശൂന്യമായി കിടക്കുന്നു. അവിടെ കുറുനരികൾ പതുങ്ങി നടക്കുന്നു. എന്നാൽ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴുന്നു. അങ്ങയുടെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങളെ എന്നേക്കുമായി മറന്നത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ നാൾ ഞങ്ങളെ പരിത്യജിച്ചത്? കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളെ നിശേഷം ഉപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളോട് അത്യധികം കോപിച്ചിരിക്കുന്നു.